അയർലൻഡിലെ പ്രവാസി സമൂഹം രാജ്യത്തെ സോഷ്യൽ വെൽഫെയർ ആനുകൂല്യങ്ങളെ അമിതമായി ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്ന കുടിയേറ്റ വിരുദ്ധരുടെ വ്യാജ പ്രചാരണങ്ങൾ പൂർണ്ണമായും തള്ളി പ്രശസ്ത സാമ്പത്തിക സാമൂഹിക ഗവേഷണ സ്ഥാപനമായ ESRI പുറത്തുവിട്ട പുതിയ റിപ്പോർട്ട്. ലഭ്യമായ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം അയർലൻഡിൽ ജനിച്ച തദ്ദേശീയരായ ആളുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിദേശത്തു നിന്ന് കുടിയേറിയവർ സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ യാതൊരുവിധ അധിക സാധ്യതയുമില്ലെന്ന് പഠനം വ്യക്തമാക്കുന്നു. സർക്കാർ ഫണ്ടുകൾ കവർന്നു തിന്നുന്നവരാണ് പ്രവാസികൾ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലും പൊതുവേദികളിലും നടക്കുന്ന ചർച്ചകൾ വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്ന് റിപ്പോർട്ട് അടിവരയിടുന്നു. അയർലൻഡിലേക്ക് എത്തുന്ന ഭൂരിഭാഗം വിദേശികളും രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഭാരമാകുന്നതിന് പകരം ഇവിടുത്തെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുകയും തൊഴിൽ വിപണിയെ ശക്തമായി താങ്ങി നിർത്തുകയുമാണ് ചെയ്യുന്നത്. ജോലി ചെയ്യാനും ഉന്നത വിദ്യാഭ്യാസം നേടാനുമാണ് ഭൂരിഭാഗം പ്രവാസികളും അയർലൻഡിനെ തിരഞ്ഞെടുക്കുന്നത്. ഐറിഷ് വംശജരേക്കാൾ വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രവാസികൾ വളരെ മുന്നിലാണെന്ന് റിപ്പോർട്ടിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു. അയർലൻഡിൽ ജോലി ചെയ്യുന്ന പ്രായത്തിലുള്ള വിദേശികളിൽ 59% പേരും ഉന്നത സർവകലാശാല ബിരുദങ്ങളോ ഉയർന്ന പ്രൊഫഷണൽ യോഗ്യതകളോ ഉള്ളവരാണ്. എന്നാൽ തദ്ദേശീയരായ ഐറിഷ് ജനതയിൽ ഇത് വെറും 42% മാത്രമാണ്. ഈ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത പ്രവാസികളെ മികച്ച ജോലികൾ കണ്ടെത്താൻ സഹായിക്കുന്നു. കോവിഡ് മഹാമാരിയുടെ സമയത്തെ ചെറിയൊരു ഇടവേള ഒഴിച്ചാൽ അയർലൻഡിലെ തൊഴിൽ വിപണിയിൽ ഐറിഷുകാരേക്കാൾ കൂടുതൽ പങ്കാളിത്തം എപ്പോഴും പ്രവാസികൾക്കാണുള്ളത്. പ്രത്യേകിച്ച് ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ തൊഴിൽ നിരക്ക് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ആരോഗ്യമേഖല, വിവര സാങ്കേതിക വിദ്യ, നിർമ്മാണ മേഖല എന്നിവയിലെല്ലാം ഇന്ന് വലിയ രീതിയിൽ മുന്നോട്ടു പോകുന്നത് പ്രവാസി ജീവനക്കാരുടെ കഠിനാധ്വാനം കൊണ്ടാണ്. അയർലൻഡിലെ സാമൂഹിക സുരക്ഷാ നിയമങ്ങൾ ആർക്കും എളുപ്പത്തിൽ വെൽഫെയർ തുക തട്ടിയെടുക്കാൻ അനുവദിക്കുന്ന ഒന്നല്ലെന്ന് പഠനം ഓർമ്മിപ്പിക്കുന്നു. വിദേശിയോ സ്വദേശിയോ ആയ ഒരാൾക്ക് ഇവിടെ സാധാരണ വെൽഫെയർ അലവൻസുകൾ ലഭിക്കണമെങ്കിൽ കർശനമായ ഹാബിച്വൽ റെസിഡന്റ് കണ്ടീഷൻ പാസ്സാകേണ്ടതുണ്ട്. ഈ നിയമപ്രകാരം അപേക്ഷകൻ കുറഞ്ഞത് 2 വർഷമെങ്കിലും അയർലൻഡ് അല്ലെങ്കിൽ UK ഉൾപ്പെടുന്ന കോമൺ ട്രാവൽ ഏരിയയിൽ നിയമപരമായി താമസിച്ചവരായിരിക്കണം. കൂടാതെ അവരുടെ ജീവിതത്തിന്റെയും സാമ്പത്തിക ഇടപാടുകളുടെയും പ്രധാന കേന്ദ്രം അയർലൻഡ് ആണെന്ന് ശക്തമായ രേഖകൾ വഴി തെളിയിക്കുകയും വേണം. ഈ നിയമപരമായ തടസ്സങ്ങൾ നിലനിൽക്കുന്നതിനാൽ പുതിയതായി രാജ്യത്തെത്തുന്ന ഒരാൾക്ക് നേരിട്ട് പോയി സർക്കാർ പണം കൈപ്പറ്റാൻ സാധിക്കില്ല. ഇത് കുടിയേറ്റക്കാരെ കുറിച്ചുള്ള തെറ്റായ ധാരണകളെ പൂർണ്ണമായി പൊളിച്ചെടുക്കുന്നു. പൊതുജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ധാരണകളും യഥാർത്ഥ കണക്കുകളും തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന് ഗവേഷകർ ആശങ്കപ്പെടുന്നു. അയർലൻഡിലേക്ക് വരുന്ന പ്രവാസികളിൽ ഭൂരിഭാഗവും അഭയാർത്ഥികളാണെന്നാണ് പലരും തെറ്റായി വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ യൂറോപ്യൻ യൂണിയന് പുറത്തു നിന്ന് വരുന്നവരിൽ ഔദ്യോഗിക തൊഴിൽ വിസകളുടെയും സ്റ്റുഡന്റ് വിസകളിലൂടെയുമാണ് രാജ്യത്ത് എത്തുന്നത്. അഭയാർത്ഥികളായി എത്തുന്നവരുടെ എണ്ണം ആകെ കുടിയേറ്റത്തിന്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ്. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയുള്ള ചർച്ചകൾ സമൂഹത്തിൽ വംശീയ വിദ്വേഷം വളർത്താനും കുടിയേറ്റ വിരുദ്ധ ആക്രമണങ്ങൾക്ക് കാരണമാകാനും സാധ്യതയുണ്ടെന്ന് ESRI മുന്നറിയിപ്പ് നൽകുന്നു. അയർലൻഡിന്റെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്നതിൽ പ്രവാസികൾ നൽകുന്ന വലിയ സാമ്പത്തിക സംഭാവനകളും അവർ ഒടുക്കുന്ന കോടിക്കണക്കിന് യൂറോയുടെ നികുതിയും പൊതുസമൂഹം തിരിച്ചറിയണം. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹം രാജ്യത്തിന് നൽകുന്ന മികച്ച സംഭാവനകളെ വിലമതിക്കാൻ ഇത്തരം പഠനങ്ങൾ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.